അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന i20 എന്ന് പറയുന്ന കാറിൻ്റെ റിവ്യൂ ആണ്. അപ്പം ഇത് i20 2019 മോഡൽ ഡീസൽ വെർഷനാണ്, സ്പോർട്സ് പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ ഫ്രണ്ട് ഇത് 1 വർഷമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആളുടെ നിന്ന് റിയൽ ആയിട്ടുള്ള ഫീഡ്ബാക്കും പിന്നെ കാറിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കാം. നമ്മൾ i20 സെലക്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം അതിൻ്റെ ലുക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ കൂടുതൽ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. പക്ഷേ വരുത്തിയിരിക്കുന്ന ചേഞ്ചസ് എല്ലാം തന്നെ മികച്ചതാണ്. ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് ഇൻറ്റീരിയർ ഡിസൈൻ, അല്ലെങ്കിൽ ഫോഗ് ലൈറ്റ്, അലോയ് വീൽ, ഇതിലൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മിറർ ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് മിററാണ്, വൈഡ് ലോക്കിംഗ്. പിന്നെ അതുപോലെ തന്നെ റിയർ ലാമ്പിലും അതിൻ്റെ ഇൻറ്റീരിയർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതായത് കൂടുതൽ സ്പോർട്ടി ലുക്ക് കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിലേക്ക് നോക്കാം. ഇൻറ്റീരിയർ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ആ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ അത്യാവശ്യം സാമാന്യം നല്ല രീതിയിൽ വലിപ്പമുള്ള ഡിസ്പ്ലേ തന്നെയാണ്. അതിൽ നാവിഗേഷനൊക്കെ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും കാണാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതൊരു ഫുഡ് റെസ്റ്റ് ആണ് കാണുന്നത്. അത് നമ്മൾ ലോങ് ഡ്രൈവിലൊക്കെ വളരെ യൂസ്ഫുൾ ആണ്, ഫുഡ് റെസ്റ്റ്. ഈ ഒരു ആം റെസ്റ്റ് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ലോങ് ഡ്രൈവിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് ലെഫ്റ്റ് ഹാൻഡ് അതിൽ വെച്ചിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. സാധാരണ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ഗിയറിലൊക്കെയാണ് ചിലർ വയ്ക്കാറുള്ളത്. പക്ഷേ അതിലും നല്ലൊരു ഓപ്ഷൻ ഇതാണ്. ഇതൊരു മിനി കൂളറാണ്. നമുക്ക് അത്യാവശ്യം ചിൽഡായിട്ട് ബോട്ടിൽസൊക്കെ വയ്ക്കാനായിട്ട്. നാവിഗേഷൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു നാവിഗേഷൻ. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വണ്ടി നല്ല പവർഫുൾ ആണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ പൂനെ ഹൈവേയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പം ഇതിൻ്റെ 3rd ഗിയറിലുള്ള ആ ഒരു പെർഫോമൻസ് ശരിക്കും ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വണ്ടി 1.4 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോർക്ക് പവർ റേഷ്യോയും വളരെ മികച്ചതാണ്. എനിക്ക് തോന്നുന്നു മറ്റുള്ള i20കളിലും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്യൂവൽ എഫിഷ്യൻസി. അപ്പം ആളുടെ നിന്ന് കിട്ടിയ റിയൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു 16 to 17 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ ഇൻ സിറ്റി, അതുപോലെ തന്നെ 20 to 22 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ ഇൻ ഹൈവേ. അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസ് ചാർജ് അറൗണ്ട് 8,000 to 10,000. സർവീസ് കോസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നാം. കാരണം ഹുണ്ടായി എന്ന് പറയുന്നത് ക്വാളിറ്റി പ്രോഡക്ട്സ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് എല്ലാം വളരെ മികച്ച രീതിയിലുള്ളതാണ്. മറ്റൊരു ഫീച്ചർ ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെതാണ്. ഇതിൻ്റെ സ്പീക്കർ സറൗണ്ടിങ് എന്താ പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് സെറ്റിങ്സ് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് കൂടുതൽ മ്യൂസിക് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് മാറ്റി അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വളരെ സ്മൂത്തായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇതിലുള്ളത്. അതുപോലെ മറ്റൊരു ഫീച്ചറാണ് ഇതിൻ്റെ ഒരു റിയൽ ഗിയർ ഇൻഡിക്കേറ്റർ. അതായത് ഇപ്പോൾ ഞാൻ പോകുന്നത് 4th ഗിയറിലാണ്, പക്ഷേ ഈ ഒരു സ്പീഡിൽ ഇത് പോകേണ്ടത് 5th ഗിയറിലാണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 8 to 10 ലാക്ക് സെഗ്മെൻറ്റിൽ മികച്ച പെർഫോമൻസും അതുപോലെ തന്നെ സ്റ്റൈലിഷ് ഡിസൈനുമായിട്ടുള്ള വണ്ടികളിൽ ഹുണ്ടായി i20 തന്നെയാണ് ഏറ്റവും മികച്ചതെന്ന് നമുക്ക് ഉറപ്പിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്തറിയിക്കുക. ഇനിയൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.